മഞ്ജു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി. ഞാനൊരു പഴഞ്ചൻ, എന്റെ കാഴ്ചപ്പാടുകളും പഴഞ്ചൻ. നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഒന്നോർത്താൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ വെറും സ്വാർത്ഥരാ. പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങൾ ആരും ശ്രമിക്കാറില്ല. 10-20 വർഷം ഓടി നടന്ന മണ്ണ് തറയിലും തലയിലും വെക്കാതെ വളർത്തിയ അച്ഛനമ്മമാര് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു വീട്ടിലേക്ക്. മകളുടെ വിരഹം ആ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമിപ്പിച്ചു കാണും. വയസ്സുകാലത്ത് തുണയില്ലാതായ അവരെക്കുറിച്ച് ഓർത്ത് നീ എന്തുമാത്രം നൊമ്പരപ്പെട്ട് കാണും. അതിനും പുറമെയാണ് എന്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ നിന്റെ ചുമലിൽ വെച്ച് തന്നത്. അതൊക്കെ നാട്ടു നടപ്പല്ലേ? അയ്യേ, അതൊക്കെ തെറ്റായ നടപ്പല്ലേ. നമുക്കൊന്ന് മാറി നടക്കാം. എന്താ? നമ്മൾ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോകുന്നു. മാസത്തിൽ 15 ദിവസം ഭാര്യ വീട്ടിൽ. അച്ഛനും അമ്മയും പരിചരിക്കാനും അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഒക്കെ നിനക്കൊരവസരം. അവിടുന്ന് ആവുമ്പോ നിനക്ക് ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണല്ലോ. അത് കുട്ടിയേട്ടന് ദൂരം ആവില്ലേ? അതൊന്നും പ്രശ്നമില്ല. എന്റെ കാര്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കുറച്ച് ലീവും കിടപ്പുണ്ടല്ലോ. അപ്പൂന്റെ കാര്യം? അവനിവിടെ സേഫാ. വീക്കെൻഡിലെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് നിനക്കും വരാലോ. അപ്പൊ സമയം കളയണ്ട, വേഗായിക്കോ. ശരി. മഞ്ജു, നിക്കവിടെ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? നിന്റെ വേഷം കിട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആ കോളനിയിലെ പൊറുതി തുടങ്ങിയ പിന്നെ നീ ആളാകെ മാറി. ഒരഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ട് കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, ഭർത്താവും വേണ്ട, അല്ലേ? അച്ഛൻ, ഞാൻ വേണ്ട. ഗോവിന്ദൻകുട്ടിയെല്ലാം പറഞ്ഞു. ഓഹോ, ഇതാ അച്ഛന്റെ കുഴപ്പം. സ്വന്തം മകളെ വിശ്വാസം ഇല്ല. എവിടുന്നോ കേറി വന്ന ഒരാള്. അയലത്തെ പെണ്ണുങ്ങള് ഒളിച്ചും പാത്തും നോക്കുക നിന്റെ താലി പൊട്ടിയോന്നറിയാൻ. പെൺകുട്ടികളെ അതിരുവിട്ട് കൊഞ്ചിക്കാൻ പാടില്ല. എന്ത് കോപ്രായം കാട്ടിയാലും അച്ഛൻ താങ്ങിക്കൊള്ളുന്ന ഒരു അഹങ്കാരം ഉണ്ടാവും. കെട്ടുകഴിഞ്ഞ പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാ. അമ്മേ വേണ്ട. എപ്പോഴാ മടക്കം? ഇവിടത്തെ പൊറുതി മതി. എവിടേക്കാ? നിന്റെ പോരൊക്കെ പടിക്ക് പുറത്ത്. ഇറങ്ങിറങ്ങ. കാർന്നോരെ, കൈമാറ്റ്. നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, മഞ്ജുവിനെ കാണാനാ. കേട്ടോ? അവളെ കണ്ടിടത്തോളം മതി. അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ തലയില് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കുത്തി കേറ്റി നീയൊക്കെ കൂടി ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയില്ലേ? മേലാലിയും വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോരുത്. കിളവാ, എന്നോട് താൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ലോക്കൽ SIയുടെ ഭാര്യയാണ് ഞാൻ. നീ അയാളുടെ ഭാര്യയോ അതോ അയാൾ നിന്റെ ഭാര്യയോ? എന്റെ കാലിൽ ചെരുപ്പ് ഊരിപ്പിക്കില്ല താൻ. എന്തിനടി ചെരുപ്പ് മാത്രം ഊരുന്നത്? മൊത്തത്തിൽ അങ്ങ് ഊരടി. അതാണല്ലോ നിന്റെ പാരമ്പര്യം. സ്ത്രീ സമത്വം എന്നും പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി അങ്ങ് വന്നോളും. കുടുംബം കലക്കാൻ കൈത്തരിപ്പുള്ള ആണുങ്ങളെ കാണാഞ്ഞിട്ടാ ആട്ടിച്ചു നിന്നെ ഞാൻ. എന്താ തനിക്കെന്നെ തല്ലണോടോ? നിന്നെ തല്ലിയാൽ എന്റെ കൈ നാറും. ഒരിക്കലും ഈ മുറ്റത്ത് നിന്ന് ഗോവിന്ദൻകുട്ടി ഓടിച്ചതാ നിന്നെ. വീണ്ടും അന്തസ്സില്ലാതെ വന്നിരിക്കുന്നു. എന്നാൽ എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തല പൊക്കി നോക്കുപോലെ ചെയ്തില്ലേ? അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടകത്ത് എന്ന്
പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സ്തുതി. സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ ഇതെന്തിനാ ഈ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളണം. 5 മിനിറ്റ് തെറ്റിയ അപ്പ തലവെക്കും. പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്ക അല്ലേ? പിന്നെ ആ തമ്പിയും സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ. ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വെള്ളച്ചില് പെണ്ണിനെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ ഇപ്പൊ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളെ പാടാ എന്താ ചെയ്തു? എനിക്ക് വയ്ക്കില്ലേ പണങ്ങല്ലേ? അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലേക്കൊന്നും വിടല്ലേ, അവളെന്നെ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ഏയ്, ബാങ്കിൽ വെച്ചിട്ട് വേണ്ട. പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല. പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വര, ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ പിടിച്ചു. ഈശ്വര, ഞാൻ ഇനി എങ്ങനെ പോട്ടെ? വക്കീൽ എങ്ങനെ പോട്ടെ? ഗോവിന്ദൻകുട്ടിയോട് എനിക്ക് എന്ത് ശത്രുത? അതും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട്. പിന്നെന്താ ഞാൻ കേസ് പിൻവലിച്ചാൽ? എടി മണ്ടി, അയാളെ കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേണ്ടത് പണം. നിന്റെ ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നവരെ അയാളുടെ കാല് നിലത്തുറക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. പോലീസ് സ്റ്റേഷൻ, കോടതി, വനിതാ കമ്മീഷൻ, പിന്നെയും പോലീസ് സ്റ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിനകത്ത് കയറാൻ അയാൾക്ക് സമയമേ കിട്ടില്ല. ഗോവിന്ദൻകുട്ടി ഭയങ്കര ആയുസാണല്ലോ പയ്യന്. ഫോൺ എടുക്ക. ഹലോ. നിരോഷ, ഞാൻ വിളിച്ചതേ, എനിക്ക് ഇയാളൊന്ന് നേരിട്ട് കാണണം. വൈ നോട്ട്? നാളെ വൈകിട്ട് എന്റെ വില്ലയിൽ വെച്ച് ഷാർപ്പ് 4 o'clock. ഓക്കെ? ഓക്കെ. താങ്ക് യു. സോ നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ബി പ്രാക്ടിക്കൽ. ഗോവിന്ദൻകുട്ടിയെ കൊല്ലരുത്. വെറുതെ ഇങ്ങനെ തട്ടിക്കളിച്ചാൽ മതി. ഇലയെ പിടിച്ച പൂച്ചയെ പോലെ. ബൈ. ബൈ വില്ലി. ഓ, യു ആർ ഓൺ ടൈം. എന്താ സർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ടോ? എനിക്ക് അകത്തോട്ടിരിക്കാമോ? വൈ നോട്ട്? ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിരോഷ. പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, കോടതി വരാന്ത, വീണ്ടും പോലീസ് സ്റ്റേഷൻ. സർ, ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, പക്ഷെ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ല. അയ്യോ നിരോഷ, നിരോഷ, ഈ കരയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയില്ലേ, കരയില്ലേ, കരയില്ലേ. നീ എന്ത് ചെയ്തടാ ഞങ്ങളുടെ കുഞ്ഞിനെ? മാഡം ഒന്നുമില്ല. സാറ് വെറുതെ. നീ ഒന്നും മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി അവനെ ഇത്രയും വഷളാക്കിയത്. കംപ്ലൈന്റ് ഒപ്പിട്ട് വരാൻ വലിയ പാടായിരുന്നല്ലോ നിനക്ക്. ഇപ്പൊ കളിച്ച് കളിച്ചവൻ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വന്നൊന്നുമില്ല. പിന്നെ എന്തിനാളില്ലാത്ത സമയത്ത് നീ ഇവിടെ വന്നു? അതൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത്. ഞാനൊന്ന് പറയട്ടെ. നീ ഇനി ഒന്നും പറയണ്ട.
കേട്ടെടുത്തോളം മതി. അയ്യടാ, കശാപ്പുകാരന്റെ ഒരു സുവിശേഷം. പിടിക്കപ്പെട്ട പോന്റെ വേഷം കെട്ട് കണ്ടില്ലേ? വിളിക്കടി പോലീസിനെ. ഈ പെണ്ണുങ്ങൾ എന്ത് ഭാവിച്ചാ നിരോഷ ഒന്ന് പറയൂ. കീഴുദ്യോഗസ്ഥയായ യുവതിയെ പീഡിപ്പിച്ച ബാങ്ക് മാനേജർ അറസ്റ്റിൽ. മങ്കര സഹകരണ ബാങ്കിലെ മാനേജറായ ഗോവിന്ദൻകുട്ടിയാണ് ബാങ്കിലെ ജീവനക്കാരിയായ നിരോഷയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായത്. ജോലി സ്ഥലത്ത് വെച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന നിരോഷയെ പ്രതി ദർശൻ നഗറിലുള്ള അവരുടെ വില്ലയിൽ അതിക്രമിച്ചു കയറി കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗോവിന്ദൻകുട്ടിക്കെതിരെ നിരോഷ വനിതാ കമ്മീഷൻ 2 മാസം മുമ്പ് പരാതി നൽകിയിരുന്നു. പീഡനത്തിനിരയായ നിരോഷ സ്ത്രീ സമത്വവേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണെന്നുള്ളത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സ്ത്രീ സമത്വവേദിയുടെ ചെയർപേഴ്സൺ നയനകുമാരി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയതിനാൽ കൊലപാതക ശ്രമത്തിൽ നിന്ന് നിരോഷ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. പ്രസിഡന്റ് വസുന്ധരയിലേക്ക്. ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി നിരോഷ, ഞങ്ങൾക്ക് അവള് മോളെ പോലെയാ. ഞങ്ങൾ എത്തിയത് കാരണം അയാൾക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനി അവള് ചത്താലെന്ത്, ജീവിച്ചാലെന്ത്? പീഡനത്തിനിരയായ നിരോഷയെ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി. മാഡം, പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ഇന്റർകോഴ്സ് നടന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇതാദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല. ഇതിനു മുമ്പും പെൺകുട്ടി പലതവണ അതിക്രമത്തിന് വിധേയായിട്ടുണ്ട്. എന്താ നിന്റെ ഭാവം? നീ എങ്ങോട്ടും മോളെ രാത്രിയില്? ഞാൻ പോവാമേ. ഇനി ഒരു നിമിഷം എനിക്ക് അയാളുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. മോളെ, ഈ അവസരത്തിൽ നീ പോകരുത്. ഇതിലെന്തോ ചതിയുണ്ട്. ഇത് അവനല്ല. അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അയാൾ ഒരാളെ കൊന്നിട്ട് വന്നാ കൂടി ഞാൻ സഹിച്ചേനെ മോളെ. പക്ഷെ ഇത് ഒരു കണക്കിനൊരു അഡ്മിഷൻ ഒപ്പിച്ചെടുത്തു. സൗകര്യമുള്ള മറ്റൊരിടം കിട്ടുന്നത് വരെ മഞ്ജു ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. വാ കേറാം. മേട്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ. എന്താടാ മോനെ ഇതൊക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ നിന്റെ ഈ കാഴ്ചപ്പാടൊക്കെ നമ്മുടെ വീട്ടിൽ മതിയെന്ന്. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ. കുറെ സമത്വവാദി തെണ്ടികൾ വിചാരിച്ചപ്പോ ഇങ്ങനെയൊക്കെ നടന്നു. ഇങ്ങോട്ടുള്ള പൊറുതി വേണ്ടായിരുന്നു. ഇങ്ങനെ ചതിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? എല്ലാം ശരിയാവും അമ്മേ. അമ്മയുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം ചെയ്യിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വെച്ചടാ ചക്കരെ. ശരി. മോനെ ദാ മോനെ. എന്താടാ അത്? അവളയച്ച കത്താണോ? അല്ല, അവൾക്ക് വേണ്ടി വക്കീൽ അയച്ച നോട്ടീസാ. ഡിവോഴ്സ് നോട്ടീസ്. ഈശ്വര, അപ്പം കാര്യങ്ങൾ അതുവരെ എത്തിയല്ലേ? അച്ഛാ, ഈ ഡിവോഴ്സ് നോട്ടീസ് എന്ന് പറഞ്ഞാ എന്താ? അതൊന്നും പറഞ്ഞാ മോനിപ്പോ മനസ്സിലാവില്ലടാ. അപ്പൊ എന്തേമേ? വന്ന പാടെ കേറി കിടക്കണതാ. ഒന്നും കഴിച്ചിട്ടുമില്ല. അതെന്താ, അവന് വിശപ്പൊന്നുമില്ലേ? അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങിപ്പോയപ്പോ പാവം കുഞ്ഞ് ഞങ്ങൾ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കുക അവനെ? അതുപോരാഞ്ഞ് സ്കൂളിൽ നിന്നുള്ള കുത്തുവാക്കും പരിഹാസങ്ങളും വേറെ. എന്താ ചെയ്യുക? ഞങ്ങളുടെ ഒരു വിധി. സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് അമ്മയെ കാണണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധ. അവന് നല്ല വിഷമമുണ്ട്.
കുറെ കരഞ്ഞു, പിന്നെ ഉറങ്ങി. നീ ഒരു കാര്യം ചെയ്യും, എന്നെ അവനെയും കൂടെ അവള് താമസിക്കുന്ന ഹോസ്റ്റൽ വരെ ഒന്ന് കൊണ്ടുപോ. നീ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി കാണിക്കാം അവനെ. ശരി അച്ഛാ.